സഹജരേ നിയതമി ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ? ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന്? ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ? കേട്ടിട്ടില്ലേ? പല പ്രഭാഷകരും പാടുന്നുണ്ട്. ശങ്കര ശതകത്തില് ആശാൻ പാടുന്നു, അണകവിയുന്നടൽ ആഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരു നായകൻ എന്റെ ദൈവമല്ലോ എന്ന്. മഹാകവി കുമാരനാശാന് പോലും മനസ്സിലായി മഹാഗുരു ദൈവം തന്നെയാണെന്ന്. ഇവിടെ നമ്മൾ ഗുരുധ്യാനം നടത്തി. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ്, ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. ആ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഗുരു സാക്ഷാൽ പരബ്രഹ്മോട് നമുക്ക് ബോധ്യമുണ്ടോ? ആരോടും കഴിഞ്ഞാൻ പോക്കാൻ പറയുന്നില്ല. നിങ്ങൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുക. നമ്മൾ നാരായണ ഗുരുവിന്റെ ചിത്രങ്ങളും പ്രതിമകളും വിഗ്രഹങ്ങളും പടങ്ങളും വെച്ച് പൂജിക്കുന്നതിനപ്പുറത്തേക്ക് നാരായണ ഗുരു നമുക്ക് പറഞ്ഞു തന്ന എത്ര കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ഒരുപാട് കാര്യങ്ങളെ പറ്റി ഗുരു പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഇവിടെ അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ചാത്തൻ, മാടൻ, മറുത, ഇശക്കി, കശക്കി, പേജി, പിശാച്, ഭൂതം, പ്രേതം, യക്ഷി, വങ്കാരമാടൻ, ചുടലമാടൻ ഇവരൊക്കെ കള്ളും കോഴിച്ചോരയും കൊടുത്ത് ആസുരഭാവത്തില് ആ തട്ടഹസിച്ച് തുള്ളി നടക്കുമായിരുന്നു നമ്മൾ ഇന്നും. 12 നൂറ്റാണ്ടോളം അങ്ങനെയൊക്കെ അധമ പൂജ ചെയ്തു ഇടവരാതി പിന്നോക്ക വിഭാഗങ്ങള്. സമ്പത്ത് കൊണ്ടോ അറിവ് കൊണ്ടോ ശുദ്ധി കൊണ്ടോ ഒരിക്കലും യാതൊരു പുരോഗതിയും ഇടവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ പാലും പഴവും കഴിക്കുന്ന സുബ്രഹ്മണ്യൻ, ശിവൻ, ദേവി, പാർവതി, ഗണപതി ഇവരെയൊക്കെ പൂജിക്കുന്ന നായന്മാർ മുതൽ ബ്രാഹ്മണന്മാർ വരെ ഉള്ളവർക്ക് സമ്പത്തുണ്ടാകുന്നു, അറിവുണ്ടാകുന്നു, ശുദ്ധി ഉണ്ടാകുന്നു, എല്ലാം ഉണ്ടാകുന്നു. അന്ന് ഇടവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്താണത്? ഈ സവർണ ജാതിക്കാര് പൂജിക്കുന്ന ഈ ശിവനെയും ദേവിയെയും ഗണപതിയെയും ഒക്കെ ഞങ്ങൾക്കും പൂജിക്കാൻ ലഭിച്ചാൽ ഞങ്ങളും അവരെ പോലെ അറിവുള്ളവരും ശുദ്ധിയുള്ളവരും സമ്പത്തുള്ളവരുമാകുന്ന ആ സ്വപ്നത്തെയാണ് നാരായണ ഗുരു 1888 യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന് നമുക്കൊരു ബോധ്യപ്പെടണം. നാരായണ ഗുരു ദൈവമൊരു വിശ്വാസമുണ്ട്, ബോധ്യമുണ്ട്. വിശ്വാസം ഒരു തലമാണ്, ബോധ്യം എന്ന് പറയുന്നത് അതൊരു ഉറച്ച നിലപാടാണത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വിശ്വാസം ഒരു തലമാണ്. നാരായണ ഗുരു ദൈവമോട് ഞാൻ വിശ്വസിക്കുന്നു, നാരായണ ഗുരു ദൈവമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇത് രണ്ട് തലമാണ്. ഇപ്പൊ ഞാനും എന്റെ ഭാര്യയും കൂടി ടൗണിൽ കൂടി പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും ചോദിക്കാണ്, അല്ല മാഷേ കൂടെ ഉള്ളത് അതെന്റെ ഭാര്യയാണെന്ന് എന്റെ വിശ്വാസം എന്ന് ഞാൻ പറയോ? അങ്ങനെ എന്ത് പറയും? എന്റെ ഭാര്യ, അതെന്റെ ബോധ്യമാണ്. ഇതേപോലെ നാരായണ ഗുരു ദൈവമാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുട്ടികളെ ഗുരു ആരാണെന്ന് പഠിപ്പിക്കണം. രാഷ്ട്രീയത്തിന്റെ പ്രസംഗം നടത്തുന്ന കവലപ്രസംഗക്കാര് പറയും നാരായണ ഗുരു വിപ്ലവകാരിയാണ്, നവോത്ഥാന നായകനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. അതൊക്കെ തന്നെ ശരി തന്നെയാണ്. ഇങ്ങനത്തെ ഒരുപാട് മുഖങ്ങളുണ്ട് ഗുരുവിന്. പക്ഷേ വിപ്ലവകാരി മാത്രമാണ് എന്നല്ല, സകല എല്ലാ രംഗത്തിലും ഗുരു പ്രവർത്തിച്ചിരുന്നു. നാരായണ ഗുരുവിനൊരു പേര് കൊടുക്കാമെങ്കിൽ സർവഗുണ സമ്പന്നൻ. ഓർത്തു വെക്കണം, 73 വർഷം നമ്മോടൊപ്പം ശരീരമായി ജീവിച്ചിട്ടും ഒരാളോട് പോലും ഗുരു ദേഷ്യപ്പെട്ടിട്ടില്ല. ഗുരുവിനെതിരെ കേസ് കൊടുത്തില്ലേ നമ്മൾ സ്വത്തിന് വേണ്ടിയിട്ട്? നമ്മൾ അങ്ങനെ ഗുരുവിനോട് ഭക്തി കാണിച്ചത്. ഗുരുവിന്റെ സ്വത്തിന് വേണ്ടി കേസ് കൊടുത്ത SNDP യോഗക്കാര്. ഗുരു സമാധി അടയുന്ന ആ ദിവസങ്ങളിലൊക്കെ കേസിന്റെ പുറകെ ഗുരു ഒന്നും പോയില്ല. കാരണം ഗുരുവിനെ സംബന്ധിച്ച് വിഷയമല്ല. സർവപ്രാണിയിലും തുല്യ കൃപ. എല്ലാ ജീവികളും ഗുരുവിന് ആത്മസഹോദരങ്ങളാ. ഗുരു നമ്മുടെ ജീവകാരനെ പഞ്ചകത്തിൽ പറയും, എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകയിൽ നാം. ജീവകാരനെ പഞ്ചകം വായിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കി. ജീവകാരുണ്യ പഞ്ചകം വായിച്ചൊരു കൈപൊക്കി. ഗുരുദേവ കൃതികളിലൊന്ന് കൈപൊക്കിയുള്ളവര്. നാരായണ ഗുരു എഴുതിയ 65ഓളം കൃതികൾ ഉള്ള പുസ്തകം എന്റെ വീട്ടിലുണ്ട്. അതൊരു കുറവൊന്നുമല്ല കേട്ടാ. ഈ ശാഖ എന്നല്ല പല ശാഖകളിലും ഇല്ല, പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ മാത്രമല്ല, ഒരുപാട്. അപ്പൊ നാരായണ ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോ
ജീവകാരുണ്യ പഞ്ചകം, അഹിംസ, അനുകമ്പ ദശകം, ഈ 3 കൃതികൾ പഠിക്കാതെ പോകരുത്. നാരായണ ഗുരു പറയും, മാംസാഹാരം ശവക്കറിയാണ്, അത് കഴിക്കുന്നവരുടെ കാറ്റേൽക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. അതിനകത്ത് എല്ലാനും ഉണ്ട്. അവിടെയാണ് ഗുരു പറയുന്നത്, എല്ലാവരും ആത്മ സഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. ആദ്യത്തെ 2 പേര് വലിയ കുഴപ്പമില്ല അല്ലേ? പിന്നത്തെ 2 പേര് എത്ര കട്ടിയുള്ളത്. കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. ഒരു ചേച്ചി സന്ധിക്ക് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ജീവകാരുണ്യ പഞ്ചകം. എല്ലാവരും ആത്മ സഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. ഭർത്താവ് ജോലി കഴിഞ്ഞു വന്നു, എന്തെന്നാല് കറി? ഞാൻ ഒന്നും വെച്ചിട്ടില്ല. എന്നാ വെക്കാഞ്ഞ്? ശനിയാഴ്ചയായിട്ട് ചേട്ടൻ കൊണ്ടുവരാന്നല്ലേ പറഞ്ഞേ കറിക്കുള്ളത്. ഇപ്പൊ എന്നാ ചെയ്യണേ? എന്തെങ്കിലും ചെയ്യും. ഞാൻ നാമം ചെല്ലാൻ പോണു. എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞ എന്തെങ്കിലും മേടിക്കട്ടെ. ചിക്കൻ മേടിക്കട്ടെ, എന്തെങ്കിലും മേടിക്കുന്നേ. ചേച്ചി പിന്നെയും വെച്ച് കീറാണ്. എല്ലാവരും ആത്മ സഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. ഇത് 2 കൂടി വേണ്ട. ഒന്നില്ലെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ജീവകാരുണ്യ പഞ്ചകം. നമുക്ക് എളുപ്പം ഏതാ? നമുക്ക് മാറ്റിവെക്കാൻ എളുപ്പം ഏതാ? ഈ ജീവകാരുണ്യ പഞ്ചക അല്ലേ? ഒന്ന് ഓർത്തു നോക്കി. ഇപ്പൊ ആ ജീവകാരുണ്യ പഞ്ചകം മാറ്റി വെച്ചിടത്ത് നിന്ന് നേരെ ഓപ്പോസിറ്റ് ആവണം. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞിട്ട്, ഞാൻ നല്ല പുള്ളിയായിരുന്നില്ല. ഞാൻ ഇവിടെ സത്യം ഞാൻ പറയാറുണ്ട് പല പേര്. ഞാൻ ചീട്ട് കളിക്കുമായിരുന്നു, ഞാൻ പുക വലിക്കുമായിരുന്നു, ഞാൻ മത്സ്യമാംസാഹാരം കഴിക്കുമായിരുന്നു. 2006 വരെ കഴിച്ചിരുന്നു. ആ 2006 ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു, ഇനി ഞാൻ മാംസാഹാരം കഴിക്കില്ല, ഇനി ഞാൻ ചീട്ട് കളിക്കില്ല, ഇനി ഞാൻ പുക വലിക്കില്ല. പക്ഷേ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആലുവ ആശ്രമത്തിൽ പോയി ഗുരുവിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി സത്യം ചെയ്തു, ഇനി ഞാൻ ഉപയോഗിക്കില്ല. 2006 മുതൽ ആ സത്യം ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഭഗവാൻ അറിയാം. അപ്പൊ നാരായണ ഗുരുവിലേക്ക് ആരൊക്കെയാണോ യഥാർത്ഥ ഹൃദയം കൊണ്ട് അടുക്കുന്ന അവരൊക്കെ ഗുരു ശുദ്ധീകരിക്കും. ഗുരു പറയുന്ന കാര്യങ്ങൾ 10% നമ്മൾ അനുസരിച്ചാൽ മതി, ഈ ലോകം നമ്മളെ നമിക്കും. അത്രയും ഒരുപാട് കാര്യങ്ങൾ നാരായണ ഗുരു പറഞ്ഞു വെച്ചു. ആശാൻ പാടും, വന്യജീവൻ ഉദകിസ്വ ജീവിതം ധന്യമാക്കും അമലേ വിവേകികള്. അറിവുള്ളവര് അവരുടെ ജീവിതം ത്യാഗബുദ്ധിയോടുകൂടി ലോകത്തിന് വേണ്ടി കാഴ്ചവെക്കും. അതിൽ 1-ാം പേരുകാരൻ നാരായണ ഗുരു തന്നെയാണ്. ഒന്നിനോടും ദേഷ്യമില്ല ഗുരുവിന്, ആരോടും പരിഭവമില്ല. നമ്മളൊക്കെ അങ്ങനെയാണോ? ആണോ? അങ്ങനെയാണോ? സ്വയം ചിന്തിക്കുക. നമ്മൾക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോ ദേഷ്യം കൂടുതല. ഇപ്പൊ ശ്രീനാരായണ പ്രസ്ഥാനം എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അരുവിപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്നു. 1888 ശിവരാത്രി നാളിലെ നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ഒരു ശിലാഖണ്ഡം അരുവിപ്പുറത്തെ പാറപ്പുറത്ത് ഉറപ്പിക്കുന്നതോടു കൂടിയാണ് നാരായണ ഗുരു തന്റെ കർമ്മരംഗത്തിന് തുടക്കം കുറിച്ചത്. അരുവിപ്പുറത്ത് പോയവരൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് കൈവക്കിയേ. എല്ലാവരും ഉണ്ടല്ലോ. പ്രതിഷ്ഠ കണ്ടവരൊന്ന് കൈവക്കിയേ. നാരായണ ഗുരു പ്രതിഷ്ഠിച്ച ശിവലിംഗ പ്രതിഷ്ഠ കണ്ടവരൊക്കെ ഒന്ന് കൈവക്കിയേ. ക്ഷേത്രത്തിനകത്ത് അത് പഞ്ചലോഹവും ഒന്നുമല്ല, വെറും കരിങ്കല്ല. ആ ശങ്കരൻകുഴി കിടന്ന കരിങ്കല്ല, പക്ഷെ അത് ശിവലിംഗം തന്നെയാണത്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ശ്രദ്ധിച്ചൊന്നും നോക്കിയിട്ടില്ല. ഈ തിരക്കിലാണല്ലോ പോണേ. ഇതെവിടെയാടി? ഇത് അരുവിപ്പുറം. ചേച്ചി ഇറങ്ങാനല്ലേ? ഇറങ്ങിക്കോ, ഞാൻ വന്നേക്കാടി. ചേച്ചി ആ ഉപ്പേരി നിന്നാ വെള്ളമൊക്കെ കുടിച്ച് കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കും. അവിടെ അരുവിപ്പുറത്ത് അധികം ഒന്നും കാണാനൊന്നുമില്ല. പക്ഷേ 1888 ചെയ്ത പ്രതിഷ്ഠ ഇന്ന് 2024 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ നമ്മുടെയൊക്കെ നാട്ടില് 12 വർഷം കൂടുമ്പോ അഷ്ടബന്ധ നവീകരണ കലശം നടത്തും. എന്തിനെ? ദേവചൈതന്യം കൂട്ടാനും ബലം കൂട്ടാനും. പക്ഷേ അരുവിപ്പുറത്തെ ശിവന് ഈ 136 വർഷമായിട്ടും ഒരിക്കൽ പോലും ഒരു പ്രശ്നം വെക്കേണ്ടി വന്നിട്ടില്ല. അഷ്ടബന്ധ നവീകരണ കലശം നടത്തേണ്ടി വന്നിട്ടില്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നുമില്ല. എന്താ കാരണം? ശ്രീനാരായണ ഗുരുവിന്റെ തൃക്കൈകൾ കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെടാനുള്ള ഭാഗ്യമാണ് അരുവിപ്പുറത്തെ ശിവനുണ്ടായത്. ഇനി ആരെങ്കിലും പ്രശ്നം വെച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പുനഃപ്രതിഷ്ഠ വേണമെന്ന് പറഞ്ഞാൽ
ഇന്ന് പുനഃപ്രതിഷ്ഠയ്ക്ക് ഈ ലോകത്ത് നാരായണ ഗുരുവിനൊപ്പമോ ഗുരുവിനേക്കാൾ മികച്ചതോ ആയ ഒരു യോഗി ജീവിച്ചിരിപ്പില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ തൃക്കൈകൾ കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെടാനുള്ള ഭാഗ്യമാണ് അരിപ്പുറത്ത് ശിവൻ ഉണ്ടായത്. ശങ്കരൻകുഴിയിൽ ഗുരു വെറുതെ മുങ്ങിയെടുക്കല്ല. രാത്രി 12 മണിക്ക് ഗുരു മുങ്ങാൻ പോകുന്നു ശങ്കരൻകുഴിയിലേക്ക്. ആ ശങ്കരൻകുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഴമുള്ളൊരു ബങ്കാണത്. നേവിക്കാരെ കൊണ്ടുവന്നിട്ട് മുങ്ങിച്ചു നോക്കി. ഒരു പരിധി വിട്ട് അവർക്ക് മുങ്ങാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് താഴേക്ക് പോകാൻ പറ്റില്ല. അത്രയും വലിയ കുഴിയിലേക്കാണ് ഗുരു മുങ്ങിയത്. ആളുകൾ കൂടെ ചരിത്ര സംഭവമാണ്. ഈ അരിയപ്പുറം പ്രതിഷ്ഠ നമുക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ കേരള ചരിത്രം വായിക്കുമ്പോൾ അരിയപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുൻപും പിൻപും 2 ഭാഗങ്ങളാക്കി വായിക്കണം. ദുരവസ്ഥ എന്ന 1700 വരികളുള്ള മഹാകവി കുമാരനാശാന്റെ ഒരു കൃതിയുണ്ട്. അതിന് 4 വരികളുണ്ട്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവരങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങള്. ഈ ഇടവർ തന്നെ 10ഓളം ജാതികളും ഉപജാതികളും ഗുരുവിന്റെ കാലത്തുണ്ടായിരുന്നു. ചരിത്രം വായിച്ചാൽ മനസ്സിലാകും. ഇത് പറയാൻ കാരണം മഹാകവി കുമാരനാശാൻ ജാതിയിൽ താഴ്ന്ന ഇടവനാണ്. ആറ്റിങ്ങലില് നാരായണ ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യനായ കൊച്ചുചെറുക്കൻ വൈദ്യന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി ആശാൻ വെല്ലുവണ്ടിയിൽ കയറി വരുന്നു. ഈ കൊച്ചുചെറുക്കൻ വൈദ്യന്റെ മകളെ കെട്ടുന്നതാണ് ഇത്തിരി കൂടിയ ചോന. ഈ ചെറുക്കൻ കണ്ടു ആശാനും വന്നത്. വൈദ്യരെ വിളിച്ചു പറഞ്ഞു, മഹാകവി കുമാരനാശാൻ മഹാകവിയൊക്കെയാണ്, പക്ഷേ ജാതിയിൽ താന്നാളാ. അദ്ദേഹം കല്യാണം കൂടി നിങ്ങളുടെ മകൾക്ക് ഞാൻ പുടവ കൊടുക്കില്ല എന്നാ പറഞ്ഞ്. ആശാൻ വില്ലുവണ്ടിയിൽ പഠിക്കവരെ എത്തി. വൈദ്യർ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു സങ്കടത്തോടെ, ദയവ് ചെയ്ത് അങ്ങ് ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്റെ മകൾക്ക് അവൻ പുടവ കൊടുക്കില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ധർമ്മസങ്കടത്തിലായി. എന്ന് താലികെട്ടല്ല, പുടവ കൊടുക്കല്ല. അപ്പൊ ആശാൻ പറയുന്ന മറുപടി ഉണ്ട്. അതിനെന്താ, കല്യാണം കൂടിയല്ലോ, നാം തിരിച്ചു പോവുകയല്ലേ. തിരിച്ചു പോയപ്പോൾ ആശാന്റെ ഉള്ളിൽ ആദ്യം വന്ന 4 വരികളാണ് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഉണ്ണാത്തവരങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങള്. അതെല്ലാം കഴിഞ്ഞു. നമ്മളൊക്കെ എല്ലാവരും ഒന്ന് തന്നെയാണല്ലേ. 1927 അയ്യപ്പൻ പന്തിഭോജനം നടത്തി. 1917 ഇന്ന് പിള്ളേർ പന്തിഭോജനോ എന്താ പന്തിഭോജനം? ഇന്നെല്ലാരും നമുക്ക് കല്യാണം വന്ന് എല്ലാരും വിളിക്കാറില്ലേ? അല്ലേ? വിളിക്കാറില്ല എല്ലാവരും. അവിടെ എല്ലാ സമുദായക്കാരും നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഇല്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഗുരുവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇപ്പൊ നെയ്യാറിലെ ശങ്കരൻകുഴിയിലേക്ക് നാരായണ ഗുരു രാത്രി 12 മണിക്ക് മുങ്ങാൻ തുടങ്ങുമ്പോൾ ചുറ്റും ഭക്തര് ആ കുളത്തിന് ചുറ്റും നിന്നു, ശങ്കരൻകുഴി ചുറ്റും. ഇപ്പൊ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മെ കാണാൻ താമസിച്ചാൽ ആരും ഇതിലേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം ഇറങ്ങി കഴിഞ്ഞാൽ എത്തുമ്പോഴത്തവും കിട്ടില്ല. എല്ലാവരും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ പറഞ്ഞു. ഏതാ പഞ്ചാക്ഷരി മന്ത്രം? ഏതാ പഞ്ചാക്ഷരി മന്ത്രം? നമശിവായ. പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ 15 മിനിറ്റൊക്കെ അത് നടക്കുമോ കേസൊക്കെ? നമ്മൾ ചിന്തിക്കാറില്ലേ? വെള്ളത്തിലേക്ക് മുങ്ങി അപ്പൊ തന്നെ ശ്വാസം കൊണ്ട് തട്ടിപ്പോകും. പിന്നെയാണ് നമ്മൾ ഈ 15 മിനിറ്റ് ഈ പഞ്ചാക്ഷരി മന്ത്രം കരച്ചിലായി. കാരണം എല്ലാവരും വിചാരം ഇത് പോയിന്ന് ശങ്കരൻകുഴിയെ പറ്റി അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നത്. 45 മിനിറ്റിന് ശേഷമാണ് വലത് കൈയിൽ ശിലയും പിടിച്ച് ഒരു കൈ കൊണ്ട് തുഴഞ്ഞ് ഗുരു മേലിലേക്ക് വന്നത്. ആ ശില കൊണ്ട് ഗുരു ആ പ്രതിഷ്ഠിക്കേണ്ട ഇന്ന് ആ പ്രതിഷ്ഠിക്കുന്ന ആ പാറപ്പുറത്ത് വെളുപ്പിന് 3 മണിയോളം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീർ കൊണ്ട് അഭിഷേകം ചെയ്താണ് നാരായണ ഗുരു ആ ശിവനെ പ്രതിഷ്ഠിച്ചത് എന്ന് ചരിത്രകാരന്മാര് പറയും. ആ പ്രതിഷ്ഠ കഴിഞ്ഞ് ഇറങ്ങുമ്പോ കൂടുതൽ ശിഷ്യന്മാര് പറഞ്ഞു, തൃപ്പാദങ്ങളെ അഷ്ടബന്ധം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ അഷ്ടബന്ധം? 8ഓളം പദാർത്ഥങ്ങൾ ചേർന്ന് കട്ടിയുള്ള പശ അതൊഴിച്ചാണ് വിഗ്രഹം ഉറപ്പിക്കുന്നത്. അപ്പൊ ഗുരു പറയുന്ന മറുപടി ഉണ്ട്, അത് ഉറച്ചു പോയല്ലോ. ഗുരു എല്ലാം ശാന്തമായിട്ടേ പറയുള്ളൂ. അത് ഉറച്ചു പോയല്ലോ. ഈ പ്രതിഷ്ഠാ സമയത്ത് ഒരു അഗ്നിസ്ഫുലിംഗം വന്ന് പാറയോട് ഉരുകിച്ചേർന്നിരിക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ കണ്ടോന്ന്. കണ്ടാൽ നമ്മൾ വെളുപ്പിനെ ചെല്ലാണെങ്കിൽ കാണാൻ പറ്റില്ല. പക്ഷെ വൈകിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ 4 മണിക്ക് ശാന്തി ആ പൂവൊക്കെ വാരി കളയുമ്പോ പാറയോട് ഉരുകിച്ചേർന്ന ആ വിഗ്രഹം വരമ്പ് പോലെ, എന്താണ്, ഉരുകി ഒഴിച്ച പോലെ. സംശയമുള്ളവർക്ക് പോയി നോക്കാം.
അപ്പൊ അവിടെ മുതലാണ് നമുക്ക് ഈ പാലും പഴവും കഴിക്കുന്ന അവലും മണലും കഴിക്കുന്ന സാത്വിക ഭാവമുള്ള ദേവി ദേവന്മാരുണ്ടാകുന്നത്. അരുവിപ്പുറം മുതല് 1927 ഉല്ലല ഓങ്കാരേശ്വര ക്ഷേത്രം വരെ ഗുരുപ്രതിഷ്ഠ നടത്തി. പക്ഷെ ഇന്ന് നാരായണ ഗുരു ആരെന്ന് നമുക്കറിയാൻ പാടില്ല. ശിവഗിരി പോയതിനൊക്കെ ഒന്ന് കൈപൊക്കിയേ. വല്ലതും ചോദിക്കോ ദൈവമേ, കൈ പൊക്കാനൊന്നും പേടിയായിട്ട് പാടില്ല. ഒന്നും പേടിക്കണ്ട, നമ്മൾ ഭഗവാനെ പറ്റി പഠിക്കുന്നവരല്ലേ. ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം കട്ടപ്പോക തന്നെയാ. ഇനി അരുവിപ്പുറത്ത് പോയി നമ്മൾ എന്തൊക്കെ ഇപ്പൊ ശിവലിംഗ പ്രതിഷ്ഠ കണ്ടു, പിന്നെ എന്തൊക്കെ കണ്ടു? കൊടിതൂക്കിമല കയറിയോ? മേളിലേക്ക് പോയിരുന്നോ? അവിടെ കൊടിതൂക്കിമലയുണ്ട്. ഈ ഗുരുവിന്റെ ഈ അരുവിപ്പുറം പ്രതിഷ്ഠ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് മേളിലേക്ക് കയറിയാല് കൊടിതൂക്കി മലയുണ്ട്. ഇപ്പൊ അവിടെ നല്ല കമ്പിയൊക്കെ വെച്ച് കെട്ടി ബാരിക്കാടൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. താഴത്ത് വന്നു കഴിഞ്ഞാല് അധികമൊന്നും കാണാനില്ല. കാരണം മോനെ ഇപ്പൊ നമ്മള് താഴത്തേക്ക് വരുമ്പോ ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. അരുവിപ്പുറം ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ശിവക്ഷേത്രത്തിലെ ആദ്യത്തെ ശാന്തി ആരാണ്? ഗുരു തന്നെയാണോ? ഗുരു ഒരിക്കലും ശാന്തി നടത്താറില്ല. അങ്ങനെ ഗുരു അങ്ങനെ ശാന്തിയല്ല, ഭൈരവൻ ശാന്തി. വക്കത്തുകാരൻ ഭൈരവൻ, അദ്ദേഹം പ്രായമുള്ള ആൾ, കുറച്ച് പ്രായമുണ്ട്, ഗുരുവിനൊക്കെ പ്രായമുള്ള ആളാ. അദ്ദേഹം ഒരു പുലയ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിച്ചു. അന്നത്തെ ഈ ജാതിയുടെ ഇത് വെച്ചിട്ട് പുലയരൊരുപാട് താഴത്തെ ഇഴവരേക്കാളും അന്നത് നടക്കില്ല. ഒച്ചപ്പാട് ബഹളമൊക്കെ ആയി. അങ്ങനെ പുള്ളി പറഞ്ഞു, എനിക്ക് കെട്ടാണെങ്കിൽ ഇവളെ മാത്രം മതി, ഇല്ലെങ്കിൽ എനിക്ക് ജന്മം കല്യാണം വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് നാരായണ ഒരു വക്കത്തേക്ക്, വൈക്കമല്ലാട്ടോ വക്കം, തിരുവനന്തപുരത്ത് വക്കം, അവിടെ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് ഗുരുവിന് ഇത് ദീർഘദൃഷ്ടിയുണ്ട് ഈ ഭൈരവനെ പറ്റി. ഗുരുവിന്റെ കൂടെ ഭൈരവൻ പോന്നു. ആ ഭൈരവൻ ശാന്തിയാണ് ആദ്യത്തെ അരുവിപ്പുറത്തെ ശാന്തി. അദ്ദേഹത്തിന് സമാധി മണ്ഡപം ഉണ്ട് അരുവിപ്പുറത്ത്. എവിടെയെന്ന് അറിയാമോ? നമ്മൾ ആ കൊടുതൂക്കുമല കയറുന്നതിന്റെ ഓപ്പോസിറ്റ് പുഴയിലേക്ക് താഴേക്ക് ഇറങ്ങും, പേരാലിന്റെ ചോട്ടിലേക്ക്. അവിടെ നിന്ന് പുലിപ്പാറ ഗുഹയുണ്ട് താഴത്തെ ഗുരു തമസിലെന്ന്. ആ സൈഡിൽ പോരുമ്പോൾ ഭൈരവൻ ശാന്തിയുടെ സമാധി മണ്ഡപം ശിവലിംഗ രൂപത്തില് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടിരുന്നോ നിങ്ങള്? കണ്ടോന്നൊക്കെ ചോദിച്ചാൽ കണ്ടിട്ടുണ്ടാവും. അതൊരു തെറ്റൊന്നുമല്ല കേട്ടോ. നമുക്ക് പോകുമ്പോൾ ഒരു ഗൈഡിനെ കൂട്ടി കൊണ്ടുപോകണം. എന്നിട്ട് ചോദിക്കണം, മോനെ എന്തൊക്കെ ഇവിടെ കാണാനുള്ള? പിന്നെ നമ്മൾ എവിടെ ലാഭം നോക്കുന്നവരാ. ചേച്ചി ഒരു പ്രാർത്ഥന ബുക്കാണ്. ഈ ആശ്രമത്തിൽ എന്നും പോകുന്ന ആളാ ഞാൻ. ബുക്ക് സ്റ്റോളിൽ മോളെ പ്രാർത്ഥന ബുക്ക് ഉണ്ടാ? ഉവ്വ, ഇതന്നെ ഗുരുദേവകൃതി. ഇതെത്ര ആശ? 150 രൂപ. 150 രൂപേ? ഇതെന്തൊട്ട് വലിയത്? 2 രൂപയുടെ ബുക്കൊന്നുമില്ലേ? $150 എന്തൊട്ട് വില മോളേത്? 2 രൂപയുടെ ബുക്കില്ലേ? 2 രൂപയുടെ ബുക്കോ? 2 രൂപയ്ക്ക് ഇപ്പൊ എവിടെയാ ബുക്ക്? ഒരു ഞാനപ്പാന കിട്ടണമെങ്കിൽ 10 രൂപ കൊടുക്കണം, വേണ്ടേ? പക്ഷെ ആ 150 രൂപ ഗുരുദേവകൃതിക്ക് 150 രൂപ കൂടുതലാണെന്ന് പറഞ്ഞ അതേ ആൾക്കാരാണ് ഇപ്പൊ 400 കൊടുത്ത് ചാള മേടിക്കണത്, 400 രൂപയ്ക്ക് ഇറച്ചി മേടിക്കണത്. ഒരു പരാതിയില്ല. ആരാ വില കൂട്ടി ചാളയ്ക്കും ഇറച്ചിയൊക്കെ? സർക്കാരാ വില കൂട്ടിയത്? അല്ല, കച്ചവടക്കാര് കൂട്ടി. മേടിക്കാണ്ടിരിക്കണുണ്ടോ? ഗുരു പറയും മാംസാഹാരം ശവക്കറിയാണ്, അത് കഴിക്കുന്നവരുടെ കാറ്റേൽക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പൊ ഗുരുദേവകൃതിക്ക് വില കൂടുതലാ. നമ്മൾ എവിടെയും ഈ ആത്മീയമായ കാര്യങ്ങളിൽ ലാഭം നോക്കുന്നവരാ. ഒരു ക്ഷേത്രത്തിന്റെ ഭരണം പുതിയ ഭരണസമിതി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോ ഒരു അംഗം പറഞ്ഞു, നമ്മുടെ അമ്പലത്തില് ഇത്രയും കാലം ഉത്സവം നടത്തിയെങ്കിലും കഥകളി നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു കഥകളി ഈ കൊല്ലം ഉത്സവത്തിന് വെക്കണം. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു, അതിനെന്താ കഥകളി വെക്കാമല്ലോ. അങ്ങനെ പ്രസിഡന്റും കമ്മിറ്റിക്കാരൊക്കെ കഥകളി ഏൽപ്പിക്കാൻ വേണ്ടി കഥകളിക്കാരന്റെ വീട്ടിലേക്ക് എന്താണ് മോനെ അവിടെ കയറിയിരിക്കും. അപ്പൊ പ്രസിഡന്റും കമ്മിറ്റിക്കാരൊക്കെ കഥകളിക്കാരന്റെ വീട്ടിലേക്ക് ചെന്നു. കഥകളിക്കാരൻ ചായ കൊടുത്ത് കുടിച്ചു. അപ്പൊ കാര്യം പറഞ്ഞു, ഞങ്ങളിപ്പോ ഈ അമ്പലത്തിന്റെ പുതിയ ഭരണം ഏറ്റെടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ കഥകളി വെച്ചിട്ടില്ല. അപ്പൊ ഈ കൊല്ലം കഥകളി വെച്ചാൽ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ കഥകളിക്കാരൻ പറഞ്ഞു, അതിനെന്താ കഥകളി വെക്കാലോ. ഏതൊക്കെയാണ് ഇപ്പൊ നല്ല കഥകളി? അയാള് പറഞ്ഞു, ദുര്യോധനവധമാണ് ഇപ്പൊ സ്റ്റേജുകളിൽ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കണേ. എന്നുവെച്ചാൽ കുരുക്ഷേത്ര യുദ്ധത്തില് അർജുനൻ ദുര്യോധനെ കൊല്ലുന്ന രംഗമൊക്കെ കാരണന്മാർക്കായ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല.
അപ്പൊ അയാൾ ചോദിച്ചു, ഇപ്പൊ എത്ര റേറ്റ് അതിന്? ദുര്യോധനവധം 25,000 രൂപയാണ്. ഓ, 25,000 രൂപ എന്തുകൊണ്ട് റേറ്റ് അത്? ഇതിലൊക്കെ കുറയ്ക്കുക, ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ആദ്യമായിട്ട് കയറിട്ടുള്ളൂ. അപ്പൊ പുള്ളി പറഞ്ഞു, ഇത് കുറയ്ക്കാനൊന്നും ഇല്ല, ഇത് റേറ്റ് സ്ഥിരം ഉള്ളാണെന്ന് പറഞ്ഞിങ്ങനെ തർക്കമായി. ഇപ്പൊ ഈ കഥകളിക്കാരൻ പറഞ്ഞു, ദുര്യോധന വധം വേണോ? 25,000 രൂപ വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പ്രസിഡന്റ് പറയാണ്, ഞാൻ ഒരു ഉടമ്പടി വെക്കാം, ദുര്യോധനനെ വധിക്കാനല്ലേ 25,000 രൂപ, വധിക്കണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. അപ്പൊ കാശ് കുറയൂല്ലേ? നമ്മൾ എവിടെയും ലാഭം നോക്കുന്നവല്ല. ഈ ഹിന്ദുക്കൾ അങ്ങനെയാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങൾ കൃത്യമായി ഞായറാഴ്ച പള്ളിയിൽ പോകും, വെള്ളിയാഴ്ച മുസ്ലിം സഹോദരങ്ങൾ അമ്പലത്തിൽ പള്ളിയിൽ പോകും. നമ്മളങ്ങനെ പോവാറുണ്ടോ? ഇനി അഥവാ പോയ ദൈവത്തിന് കിടക്കപ്പുറത്ത് കൊടുക്കുവോ? ഏറ്റവും കൂടി ഒരു 10 രൂപ നോട്ടുങ്ങൾ എടുക്കും, ഇതിങ്ങനെ ഒറ്റ ഒഴിച്ചിലങ്ങോട്ട് ഒഴിയും. ദൈവത്തെ ഓർത്ത് നിങ്ങൾ തിരക്കി ഒഴിയല്ലേ കാശ്. ഒരുപാട് നല്ല പോസിറ്റീവ് എനർജിയൊക്കെ ആ പണ്ടാരത്തിലോട്ട് പോകും. അതിന്റെ വല്ല കാര്യമുണ്ടോ? തലയ്ക്ക് ഒഴിയണ്ട. ഇനി തലയ്ക്ക് ഒഴിഞ്ഞത് ചെയ്യണത് ചുരുട്ടി കൂട്ടി എങ്ങനെ പിടിക്കോളും? വിടൂല. എനിക്ക് 2 വീട് വേണം, പ്ലാസ്മ TV വേണം, മാരുതി കാർ വേണം, സാംസങ് കൃഷി വേണം, ആപ്പിളിന്റെ ഫോൺ വേണം, ഞാൻ പറയാൻ പറ്റുമതൊക്കെ വേണോട്ടാ. തൊട്ടാ കൊടുത്തേ 10 രൂപയ്ക്കെല്ലാം കിട്ടുമോ? ലുലു മാൾ നടത്തണ്ടോ ഭഗവാൻ? അവിടെ ഉണ്ടോ? എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. ഗുരു പറയും, നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നും ഭയപ്പെടാനില്ല. നമ്മുടെ കർമ്മത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും. താൻ പാതി ദൈവം പാതി. അപ്പൊ നമ്മുടെ കർമ്മം കൃത്യമായി ചെയ്തു കഴിഞ്ഞാല് ഭഗവാൻ പകുതി കൃത്യമായി ചെയ്യും, ഒരു സംശയമില്ല. അല്ലാതെ ഓടിപ്പോയിക്കൊണ്ട് ഭഗവാനെ ഞാൻ ലോട്ടറി അടിച്ചാ 1 കോടി അടിച്ചാ 10 ലക്ഷം തന്നേക്കാം. ഭഗവാനത്തിനെ കാശ്, ഭഗവാന് പൈസ ആവശ്യമുണ്ടോ? ലോട്ടറി അടിച്ചാൽ നല്ല കാര്യമല്ലേ? ചിന്തിക്കാറില്ലേ? ഒരു ലോട്ടറി അടിച്ചെങ്കിൽ അല്ലേ? ഒരു ഹാർട്ടിന് അസുഖമുള്ള ഒരാള് എപ്പോഴും ലോട്ടറി എടുക്കാറുണ്ട്, ഒന്നും അടിക്കാറില്ല. അപ്പൊ ഹാർട്ടിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് പുള്ളി. ഒരു ദിവസം പുള്ളി ടിക്കറ്റ് എടുത്തിട്ട് പുള്ളി ഭാര്യയുടെ കൊടുക്കും. ഭാര്യ ടിക്കറ്റ് സൂക്ഷിക്കണത്. പിറ്റേ ദിവസം പേപ്പറിൽ നോക്കിയപ്പോ 50 ലക്ഷം ലോട്ടറി അടിച്ചേക്കണ പുള്ളിക്ക്. പുള്ളിയോട് ഭാര്യ പറഞ്ഞില്ല, പറഞ്ഞ സാധനത്തിന്റെ കാറ്റ് പോകും. ഒറ്റ എന്തോടുകൂടി പറഞ്ഞില്ല. പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി മരുന്ന് മേടിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഭാര്യ ആദ്യം കയറി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പുള്ളി ലോട്ടറി എടുക്കാൻ 50 ലക്ഷം അടിച്ചിട്ടുണ്ട്, ഞാനത് പറഞ്ഞിട്ടില്ല, ഡോക്ടർ ഒന്നത് മയത്തിനൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. അതിനെന്താ ബോധ്യപ്പെടുത്താൻ? കുഴപ്പമില്ല, പുള്ളിയോട് വരാൻ പറ. അകത്തേക്ക് കയറി. എന്തൊക്കെയാണ് വിശേഷങ്ങള്? കുഴപ്പമൊന്നുമില്ല. മരുന്ന് കഴിക്കാനല്ലേ? ആ ഉവ്വ. അസുഖം കുറവുണ്ട്. ലോട്ടറി എടുക്കാറുണ്ടോ? ഉവ്വ എടുക്കാറുണ്ട്. ഒന്നും അടിക്കാറില്ല. ആണോ? ഒരു 10 ലക്ഷം അടിച്ചാലോ? 10 ലക്ഷമൊക്കെ എന്താ മനോ, എന്തോരം കാശൊക്കെ കടം ഈ മരുന്നൊക്കെ അടിച്ചതിന്റെ. അപ്പോ 20 ലക്ഷം അടിച്ചു എന്ന് വിചാരിക്കാം. ചേട്ടൻ അടിച്ചൊക്കെ 20 ലക്ഷം. 20 ലക്ഷം അടിച്ചാ കടക്കൊന്ന് തീർക്കാൻ സ്വസ്ഥാവെന്ന് മാത്രമേ ഉള്ളൂ. ഓ, അങ്ങനെയാണോ? 50 ലക്ഷം ചേട്ടൻ അടിച്ചോട്ടോ. അടിച്ചേക്കാണിപ്പോ ചേട്ടൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 50 ലക്ഷം അടിക്കാണെങ്കിൽ 20 ലക്ഷം ഞാൻ ഡോക്ടർക്ക് തരും. ഇത് ഡോക്ടർ ബോധം കെട്ട് പുറകോട്ട് തട്ടിപ്പോയി. ഇയാൾക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ നിലവിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഞാനിപ്പോ ഓട്ടോ ഓടിക്കുന്നു, നിങ്ങളൊക്കെ ഓരോ പണിയെടുക്കുമല്ലേ? അവനവന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് കിട്ടുന്നതുകൊണ്ടൊക്കെ ജീവിക്കുന്നു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. നാരായണഗുരു പറയും, ഈശ്വരാരാധന ഓരോ ഹൃദയത്തിലും ഓരോ ഗൃഹത്തിലും വേണം. എന്തിനാ പറഞ്ഞത്? നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല പെരുമാറ്റം ഉണ്ടാകണമെങ്കിൽ ഈശ്വര ചിന്ത ഉണ്ടാകണം ഹൃദയത്തില്. അത്താഴം ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യൻ സഹോദരങ്ങൾ പ്രാർത്ഥിക്കും അല്ലേ? അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടി. നമ്മൾ അങ്ങനെയാണ്. ഒരു പുള്ള TV കണ്ടുകൊണ്ടിരിക്കും, ഒരു പുള്ള ടാപ്പ് ടോപ്പ് നോക്കും, അച്ഛൻ നടനടിച്ച് അവിടെ ബോധം കെട്ടിയിരിക്കും, അമ്മ സീരിയൽ കണ്ട് പിഴിഞ്ഞിക്കൊണ്ടിരിക്കും. അന്തിക്ക് ഒന്നിച്ച് കൂടാറുണ്ടോ ഭക്ഷണം കഴിക്കാൻ? ഉണ്ടോ? ഗുരു എത്രയോ കാര്യങ്ങൾ പറയുന്നു. നമ്മൾ എപ്പോഴാണ് ഒന്നിച്ചു കൂടുന്നത്? രാത്രി ഒന്നിച്ചു കൂടാറ്. രാത്രി ഒന്നിച്ചു കൂടുമ്പോ അമ്മയുടെ അനുഭവം, അച്ഛന്റെ അനുഭവം, മക്കളുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം. മനസ്സിന്റെ ഭാരം കുറയ്ക്കണം. അങ്ങനെ മനസ്സിന്റെ ഭാരമൊക്കെ കുറച്ചിട്ട് രാത്രി ഉറങ്ങാൻ പോയിട്ട് നേരം വെളുത്ത് കാണുമ്പോൾ മുഖത്തൊരു പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവും. അല്ലാതെ അച്ഛനെ ആദ്യം കഴിച്ചു, അമ്മ പിന്നെ കഴിച്ചു, മോള് പിന്നെ കഴിച്ചു, ഇങ്ങനെയൊക്കെ കഴിച്ച് അവനവന്റെ മുറിക്കാത്തേക്ക് കാലത്ത് തമ്മിൽ നോക്കുമ്പോ വെട്ടുകിട്ടിപ്പോ അങ്ങനത്തെ മോറായിരിക്കുള്ളൂ. അപ്പൊ അത് ആശയ വിനിമയങ്ങൾ ഇല്ലാതെ പോകുന്നു. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാരും ഫേസ്ബുക്ക് നോക്കുമ്പോ മറന്നുപോണ മറ്റാളുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, അവനവന്റെ മുഖം നോക്കാൻ പറ്റുന്നില്ല. എല്ലാം ഈ സാധനം, ഈ തോണ്ടല് മാത്രമാണ്. ഇപ്പൊ ഗുരു പറയും, ഈശ്വര ആരാധന ഓരോ ഹൃദയത്തിലും ഓരോ ഗ്രഹത്തിലും വേണം.
ആരാണ് ഗുരുവെന്ന് ചോദിച്ചാൽ കൃത്യമായി നാരായണ ഗുരുവിനെ പറ്റി ആശാൻ എഴുതിയ കൃതിയാണ് നമ്മൾ ചൊല്ലിയ ഇവിടെ. ഏതാത്? നാരായണ ഗുരുവിനെ കുറിച്ച് മഹാകവി കുമാരനാശൻ എഴുതിയ കൃതി നമ്മൾ ചൊല്ലിയ ഇവിടെ. ഏതാണത്? എന്നുവെച്ചാ പറഞ്ഞ് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ? പണ്ട് നാലപ്പാട്ട് നാരായണ മേനോന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ആ സങ്കടം സഹിക്കാൻ വയ്യാതെ വിലാപകാവ്യം എഴുതി. സങ്കടം സഹിക്കുന്നില്ല, ഭാര്യ മരിച്ച സങ്കടം കൊണ്ട്. അപ്പൊ അതിനെപ്പറ്റി ടീച്ചർ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചു. വിലാപകാവ്യം എഴുതിയത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ വന്ന കവിതയാണ് വിലാപകാവ്യം. നാളെ ഇതിനെപ്പറ്റി ചോദിക്കും, എല്ലാവരും ഉത്തരം പറയണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ക്ലാസ് ആരംഭിച്ചു. ടീച്ചർ ആദ്യത്തെ കുട്ടിയോട് ചോദിച്ചു, വിലാപകാവ്യത്തിന്റെ രചയിതാവാരാന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടി മിണ്ടാവുന്ന കേട്ടോ. അപ്പൊ ആദ്യത്തെ കുട്ടി എന്നാ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ കുട്ടി ഇല്ല എന്ന് പറഞ്ഞു, മൂന്നാമത്തെ കുട്ടി ഇപ്പ എന്ന് പറഞ്ഞു, നാലാമത്തെ കുട്ടി 48 നാരായണ മേനോൻ. ഇവിടെ കുഴപ്പം തന്നെയാ. അപ്പൊ മഹാകവി കുമാരനാശാൻ ഗുരുവിനെ കുറിച്ച് എഴുതിയ കവിതയാണ് ഗുരുസ്തവം. നാരായണമൂർത്തി ഗുരു എന്ന് അതിന്റെ പേര്. ഷഷ്ടിമൂർത്തി മംഗളാശംസ, സമാജസ്തുതി, ഗുരുസ്തുതി. ഇന്നത് അറിയപ്പെടുന്നത് ഗുരുസ്തവം എന്നാണ്. എത്ര പദ്യമുണ്ടത്? നാരായണമൂർത്തേ ഗുരു നാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരു നാരായണമൂർത്തേ. ആ 2 വരി അവസാനം നാരായണമൂർത്തേ ഗുരു നാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ഈ 2 തലയും വാലും ആശാൻ എഴുതിയതല്ല. അത് കഴിച്ചാൽ എത്ര പദ്യമുണ്ട് നമുക്കിന്ന്? ഈ ഗുരുസ്തവത്തിന്റെ പദ്യം എത്ര ഉണ്ട് ബുക്കില്? ആകെ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല അല്ലേ? 6 പദ്യം അല്ലേ? ഏതൊക്കെയാണ്? ആരായുകിൽ അൻപാർന്നവര്, അന്യർക്ക്, വാദങ്ങള്, മോഹാകുലരാം, അങ്ങേ തിരുവുള്ളൂറിയ. 6 പദ്യങ്ങള് അല്ലേ? പക്ഷെ ശരിക്കത് ആശാൻ ഗുരുവിന്റെ മുമ്പിൽ തൃപ്പാദങ്ങളിൽ കാഴ്ചവെക്കുമ്പോ അത് 7 പദ്യമുണ്ട്. 7ാമത്തെ പദ്യം ഇങ്ങനെയാണ്: തൻപോലെ ഉറുമ്പാദിയെയും പാർട്ടിടും അങ്ങേ കൻപോടുലകർത്തിപ്പു ചിരായുസുതയാബ്ദേ. മുൻപോൾ സുഖമായി മേന്മ തൊടുന്നോർ കരുളും കാൽ തുമ്പോട് ഇനിയും വാഴുക ശതാബ്ദം ഗുരുമൂർത്തി. ഈ ശരീരത്തോടുകൂടി, ഈ തൃപ്പാദങ്ങളോടുകൂടി ചിരഞ്ജീവിയെ പോലെ ഒരു 100 വർഷം ഭഗവാൻ ഈ ശരീരത്തോടുകൂടി ഇങ്ങനെ ജീവിച്ചിരിക്കണമെന്നാണ് ആ 7ാമത്തെ പദ്യം. ഈ 7 പദ്യങ്ങളും എഴുതിയിട്ട് ഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ കാഴ്ച വെച്ചപ്പോ ഗുരു അത് വായിച്ചു നോക്കിയിട്ട് 7ാമത്തെ പദ്യം വേണ്ടാന്ന് പറഞ്ഞ് വെട്ടിയെന്ന് ഒരു കൂട്ടർ പറയുമ്പോ, ഗുരുവിന്റെ സമാധിക്ക് ശേഷം ശങ്കരാനന്ദ സ്വാമി അത് വെട്ടിയെന്നും ഒരു കൂട്ടർ പറയുന്നു. എന്തായാലും ഗുരുസ്തവത്തിന് 7ാമത്തെ പദ്യം ഒന്നും പ്രാർത്ഥന ബുക്കുകളിൽ ഇല്ല, പരിശോധിച്ചറിയാൻ പറ്റും. അപ്പോ ശരീരമായിട്ട് ആ തൃപ്പാദങ്ങളോടുകൂടി എന്നും ചിരഞ്ജീവിയെ പോലെ ഭഗവാൻ ജീവിക്കണമെന്ന് ആശംസിക്കുമ്പോൾ നാരായണഗുരു പറയും, നാം ശരീരമല്ല അറിവാകുന്നു. ഗുരുദേവ കൃതികളില് ഗദ്യ പ്രാർത്ഥനയുണ്ട്. അതിൽ ഗുരു പറയുന്നു, നാം ശരീരമല്ല അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ ഗുരു, ഞാൻ ആദ്യം പറഞ്ഞു, ഗുരുവിന്റെ ശരീരം പൂജിച്ചില്ലെങ്കിലും ഗുരുവിന്റെ അറിവിനെ പൂജിക്കുന്നവരാവണം നമ്മൾ. ഒരേ സമയം ഗുരു മൂർത്തിയാണ്, ഗുരുദേവനാണ്, ദൈവമാണ്, എല്ലാം തന്നെയാണ്. അതിന്റെ 1ാമത്തെ പദ്യത്തിൽ ആശാൻ പാടുന്നു, ആരായുകിൽ അന്ധത്വം ഒഴിച്ച് ആദിമഹസിൻ നേരാൻ വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധന തോർത്തിയിടുകിൽ ഞങ്ങൾക്ക് അവിടുന്ന് നാരായണമൂർത്തേ ഗുരു നാരായണമൂർത്തേ. ഇനി അതിന്റെ വാക്കുകളൊന്ന് പിരിച്ചാൽ, ആരായുകിൽ അന്ധത്വം ഒഴിച്ച് ആദിമഹസിനെ രാംവഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. അപ്പോ ആരാണോ യഥാർത്ഥ ഗുരു ആരെന്ന് അന്വേഷിക്കുന്നവർക്ക് മാത്രമാണ് ഗുരുവിന്റെ ശരിയായ മഹത്വം മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 2 വരി തന്നെ പൂർണ്ണമായിട്ട് ആശാൻ പറയുന്നു, അന്വേഷിക്കുകയാണെങ്കിൽ അന്ധത്വം ഒഴിച്ച് നമ്മുടെ അറിവില്ലായ്മ പൂർണ്ണമായി ഇല്ലാതെയാക്കി ആദിമഹസ്. എന്താണ് ആദിമഹസ്? ഗുരുവിന്റെ പല കൃതികളിലും ഈ മഹസ്, ആദിമഹസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ദൈവദശകത്തില് 10ാമത്തെ പദ്യത്തില്, ആഴമേറും നിൻ മഹസമാഴിയിൽ ഞങ്ങളാകവേ
ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആദിമഹസ് ഈ പ്രപഞ്ചത്തിന്റെ പരമാത്മ സത്യം ഇനി മനസ്സിലായെങ്കിൽ പരബ്രഹ്മം, അതും മനസ്സിലായെങ്കിൽ സൃഷ്ടിക്കുവാനും പരിപാലിക്കുവാനും സംഹരിക്കുവാനും ഉള്ള കഴിവുള്ള ആ ശക്തി എന്തോ അത് മനസ്സിലായോ പറഞ്ഞത്? ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം ഇവയൊക്കെ സൃഷ്ടിക്കുകയും അതിൽ എണ്ണിയ ഒടുങ്ങാത്ത സർവ്വചരാചരങ്ങളും ചരിക്കുന്നതും ചരിക്കാത്തതുമായ കോടാനുകോടി എണ്ണിയ ഒടുങ്ങാത്ത സർവ്വജാലങ്ങളെ സൃഷ്ടിക്കുവാനും പരിപാലിക്കുവാനും സംഹരിക്കുവാനും കഴിവുള്ള ആ ചൈതന്യത്തെയാണ് ആശാൻ ഇവിടെ ആദിമഹസ് എന്ന വാക്കുകൊണ്ട് ഇവിടെ വിവരിക്കുന്നത്. അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ പൂർണ്ണമായി ഇല്ലാതെയാക്കി ഈ പ്രപഞ്ചത്തിന്റെ പരമാത്മ സത്യത്തിലേക്കുള്ള വഴി കാണിക്കുന്ന ഗുരു തന്നെയാണ് പരമമായ ദൈവം. അത് കഴിഞ്ഞേ ഉള്ളു ബാക്കി എല്ലാ ദൈവങ്ങളും. മനസ്സിലാവാനുണ്ടോ പറയണത്? ഇത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾക്ക് ചരിത്രം പഠിക്കാം, നിങ്ങൾക്ക് പുരാണങ്ങൾ വായിക്കാം. ഈ ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരംബ്രഹ്മ എന്നുള്ള മന്ത്രം നാരായണ ഗുരു എഴുതിയതല്ല. ഇത് ഗുരുഗീതയിലുണ്ട്. ഗുരുഗീതയില് ആരാണ് ഗുരുവെന്ന് പാർവതി ചോദിക്കുമ്പോ പരമശിവൻ ഉത്തരം പറയുന്നതായിട്ട് 352 ശ്ലോകങ്ങളുണ്ട്. അത് കൃത്യമായി ഈ മന്ത്രമുണ്ട്. ആ 30 പരിശോധിച്ച് അറിയാൻ പറ്റും. ഇപ്പൊ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ്. അതറിയാത്ത എന്തുകൊണ്ടാണ്? അന്വേഷിക്കാത്തത് കൊണ്ടാണ്. അന്വേഷിച്ചറിയാൻ പറ്റും ഈ ഗുരുവിനേക്കാൾ മികച്ച യാതൊരു ഗുരുവും ഇല്ല എന്ന്. പക്ഷെ നമുക്ക് സമയമുണ്ടോ അതിന്? നമുക്ക് സമയമില്ല. ഇവിടുത്തെ നിങ്ങളുടെ അമ്പലത്തിലെ മൂർത്തി ദേവിയാണോ ദേവനാണോ? ദേവിയാണ്. ഓക്കെ, എല്ലാരും പോവാറുണ്ടോ അമ്പലത്തില്? കൊച്ചിന്റെ ചോറൂണും വിദ്യാരംഭമൊക്കെ അവിടെയാണോ നടത്താറ്? ഇത് വേണ്ടാത്താരും നിങ്ങളുടെ കുട്ടിയുടെ ചോറൂണ്, നിങ്ങളുടെ കുഞ്ഞിന്റെ വിദ്യാരംഭം, അവന് ജോലി കിട്ടി ശമ്പളം കിട്ടുമ്പോ ആ ശമ്പളത്തിന്റെ ഒരു അംശം ദേവിക്ക് പട്ടോ എന്തിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ മാത്രമേ നിങ്ങളുടെ എല്ലാ വഴിപാടുകളും, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഗുരുവായൂർ പോകണ്ടേ? ഗുരുവായൂർ ഈ ദേവിക്ക് എന്താ കുഴപ്പം? ഈ ദേവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, നമ്മളുടെ കുഴപ്പമാ. അപ്പൊ നമ്മുടെ നല്ല ചടങ്ങുകളൊക്കെ ഇവിടെ നടത്തണം. പറ്റുമോ? അങ്ങനെ പറ്റണം. ചതയ പ്രാർത്ഥന ഉണ്ടോ ഇവിടെ? എല്ലാ മാസവും കൂടാറുണ്ടോ? അത് അമ്പലത്തിൽ വെള്ളിയാഴ്ച കൂടുന്നത്. ഗുരുവിന്റെ എല്ലാ മാസവും ചതയുണ്ട്. ഈ കഴിഞ്ഞ 27-ാം തീയതി ചതയായിരുന്നു. അപ്പൊ ആ എല്ലാ ചതയത്തിനും ആലുവാശ്രമത്തിൽ ഞാനാണ് പ്രാർത്ഥന നയിക്കുന്നത്. അവിടെ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആള് വന്ന് കൂടി ഫുള്ളായിട്ട് നിറയും. 12 രൂപ ഗുരുപൂജ കഴിച്ച് പോരാൻ നമുക്ക്. ഇപ്പൊ എല്ലാ ചതയും എല്ലാ മാസവും ചതയുണ്ട്. 27 നാൾ വന്ന് കൂടുമ്പോൾ ചതയം, ആ ചതയത്തിന് അവിടെ തന്നെ ഒത്തുകൂടാം, കുഴപ്പമൊന്നുമില്ല. അവിടെ ഗുരുപൂജ ഉണ്ടാവും, 108 മന്ത്രങ്ങളും ഉണ്ടാകും. ഇതൊക്കെ ചെയ്യും ഇവിടെ. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാല് ആ ദേവിയിലൂടെ നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിലെ ക്ഷേത്രങ്ങളെ നമ്മള് നന്നാക്കി എടുക്കണം. വേണ്ടേ? ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ദേവിക്ക് 1 രൂപ ഇടാറ്. ഗുരുവായൂർ പോയാൽ 1 രൂപ ഇടുവോ ചേച്ചി? ഇടൂല്ല. മിക്കവാറും 100 രൂപയും വേണം ഇടുന്നെങ്കിൽ അല്ലേ? അപ്പൊ അല്ല 50 രൂപ ഇടുവോ? അത് നേരെ ഓപ്പോസിറ്റ് ആവണം. അപ്പോ എല്ലാം ഒന്ന് തന്നെയാ. ഗുരുവായൂരപ്പൊക്കെ ഒന്ന് തന്നെയാ. ഈ പറഞ്ഞതുപോലെ സർവചരാചരങ്ങളിലും നമ്മളിലുണ്ട്. അപ്പൊ ഈ ഇരിക്കുന്ന കുട്ടി നമ്മളൊക്കെ ദൈവങ്ങളാ. അന്വേഷിച്ചാൽ ഞാൻ ആര് എന്നൊരു ചോദ്യം നമ്മൾ സ്വയം ഉയർത്തിയാല് അതിന് അവസാന ഉത്തരം കിട്ടും, ഞാൻ ദൈവം തന്നെയാണെന്ന്. ടിൻറ്റുമോൻ പറഞ്ഞ ദൈവമല്ല. ടിൻറ്റുമോന്റെ കഥ കേട്ടിട്ടില്ലേ? വടക്കേ വീട്ടിലേക്ക് വന്നപ്പോ ആ ചേച്ചി അവിടെ വീട്ടിൽ പോയി പുള്ളി തിരിച്ചു വന്നു. എന്നിട്ട് അമ്മോട് പറഞ്ഞ്, അമ്മേ ആ വീട്ടിലെ ചേച്ചിനെ ദൈവം എന്നാ വിളിക്കണത്. പിന്നെ കുരുത്തം കണ്ട നിന്നേക്ക് ആരാ ദൈവം എന്ന് വിളിക്കണത്? ഞാനിപ്പോ ചെന്നപ്പോ ആ ചേച്ചി പറഞ്ഞല്ല, ദൈവമേ നീ പിന്നെയും വന്നോ? ആ ദൈവമല്ല ഈ ദൈവം, നമ്മളുടെ ദൈവമുണ്ട്. നാം ശരീരമല്ല അറിവാകുന്നു ഗുരു പറഞ്ഞെങ്കിൽ ഗുരു അനുഭവത്തിലൂടെ പറഞ്ഞത്. അനുഭവത്തിലൂടെ ഗുരു പഠിച്ച വാരണപ്പള്ളി തറവാട് എന്നുണ്ട് അവിടെ. നാരായണ ഗുരു പഠിച്ച ചേവണ്ണൂർ കളരി ഇപ്പൊ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു. ആ ചേവണ്ണൂർ കളരിയില് ഉപരിപഠനം നടത്തുമ്പോ താമസിച്ച വീടാണ് വാരണപ്പള്ളി തറവാട്. ആ തറവാടൊന്നും പൊളിച്ചിട്ടില്ല. 26 ഏക്കർ ഭൂമിയുണ്ട്. എന്താണ്? നാരായണ ഗുരു അവിടെ താമസിച്ചത് കൊണ്ട് അവരത് സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാ ഗുരുവിന് ആദ്യം ബോധോദയം ഉണ്ടായത്. ശ്രീകൃഷ്ണനെ ദർശിച്ചു നാരായണ ഗുരു ആദ്യമായിട്ട്. ശ്രീകൃഷ്ണ ദർശനം എന്നൊരു ശ്ലോകമുണ്ട്.
അതെങ്ങനെയാണ്? ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരുഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുരന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. ഗുരുവിന്റെ അനുഭവം ഒറ്റപ്പദ്യത്തിലൂടെ ഗുരുവിന്റെ ആചാര്യനായ കുമ്മംപള്ളി രാമൻപിള്ള ആശാനെ പാടി കേൾപ്പിച്ചാണത്. ബ്രഹ്മാനുഭവം ഗുരുവിന് ആദ്യമായിട്ടുണ്ടായത് ഈ കായംകുളം പുതുപ്പള്ളിയിലുള്ള വാരണപ്പള്ളി തറവാട്ടിൽ വെച്ചാണ്. അതിനുശേഷമാണ് പിന്നെ മരുത്തോമല പോയിട്ട് ഗുരുവിന് ബ്രഹ്മസാക്ഷാത്കാരം ലഭിക്കുന്നത്. മരുത്തോമല പോയതിനൊക്കെ ഒന്ന് കൈപോക്കിയേ. ഒന്ന് പകുതിയോളം പോയുള്ളൂ. തീർത്തു പോക്കണം. എന്തും പറ്റും, ഞാൻ തീർത്തു പോക്കും. ഞാൻ മലയിൽ പോയത് മേടിക്കണേ. 21 വർഷം മരുത്തോമല കയറിയാണ് ഞാൻ. അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കൂടി 2 മാസം പോയിരുന്നു. എന്താ കുഴപ്പം? എന്നെ 2000 ശാഖയുടെ സെക്രട്ടറി ആക്കിയ ശാഖക്കാര്, എന്റെ ശാഖക്കാര്. ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട്, കാരണം എനിക്കൊന്നും അറിയില്ല. പക്ഷെ ആ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇതൊരു വെറും സെക്രട്ടറി ആയിട്ട് എന്ത് കാര്യം, ഗുരുവിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കണം. പക്ഷെ അങ്ങനെ പഠിച്ച് ഇപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരുപാട് വായിക്കാത്ത പുസ്തകം സമയം കിട്ടാറില്ല. വണ്ടിയിൽ കുറച്ച് പുസ്തകം കൊണ്ടുപോകും, വായിക്കും. ഇപ്പൊ ഗുരുവിന് ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചത് ആ മരുത്തോമലയിലാണ്. പക്ഷെ അവിടെ വരെയും ആ മരുത്തോമലയുടെ പിള്ളത്തലം ഗുഹയിൽ കയറുന്നവരെയും ഗുരുവിന്റെ ചിത്രം അതായിരുന്നില്ല. ആ ഗുഹയ്ക്കകത്ത് കയറിയപ്പോഴാണ് ആ ചിത്രങ്ങളൊക്കെ തകർന്നു പോയത്. ഇതായിരുന്നു ഗുരുവിന്റെ ഒരു വലിയ തലം. ആ മരുത്തോമല കയറണം, ഒരു പ്രാവശ്യമെങ്കിലും കയറണം. ചില തള്ളമാരൊക്കെ പറയും ഒരു ദിവസം പോകട്ടെ മോളെ, ഒരു ദിവസം പോണം. പോണം. ഭൂതാനം പാടിയതുപോലെ യുദ്ധമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവ ശിവ. കയ്യില് കാശുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും ആയുസുള്ളപ്പോഴും വേണം പോകാനായിട്ട്. മല കയറണം, ഒരു കുഴപ്പമില്ല. ആദ്യം നമ്മളൊന്ന് ഭയപ്പെടുത്തും. കുറച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നമ്മളെ കയറ്റി ഗുഹയ്ക്കകത്ത് എത്തിക്കും. ഒരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെയല്ലേ ജീവിക്കണ്ടേ, അല്ലേ? പൂന്താനം പാടിയതുപോലെ കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. വല്ല കാര്യമുണ്ടോ? കാക്ക നിങ്ങളെ കോഴിക്ക് കാണാൻ പാടില്ല. അത് നമ്മുടെ കുഴപ്പം. സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കുന്നില്ല. പണ്ടൊരു അസൂയക്കാരനുണ്ടായിരുന്നു, അത്യാഗ്രഹി ഉണ്ടായിരുന്നു. ഞങ്ങൾക്കത് പഠിക്കാനുള്ള 4 പഠിക്കാൻ ഒരു കഥയുണ്ട്. അത്യാഗ്രഹിക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല. അസൂയക്കാരനാണെങ്കിൽ ഭയങ്കര അസൂയ. അപ്പൊ ഈ അത്യാഗ്രഹി ദൈവത്തെ പ്രീതിപ്പെടുത്തി കൂടുതൽ വരങ്ങൾ മേടിക്കാൻ വേണ്ടി കാട്ടിലേക്ക് തപസ്സിന് പോവുകയാണ്. അപ്പൊ ഇത് അസൂയക്കാരന്റെ പെണ്ണുമുള്ള കണ്ട് അസൂയക്കാരനെ വിളിച്ച് ഇങ്ങോട്ട് വന്നേ, ഞാൻ പുള്ളി തപസ്സിൽ എന്തോ വരം മേടിക്കാൻ പോവാണ്, പുറകെ പൊക്കോ, അടുത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു. 2 ആളും കാട്ടിൽ പോയി തപസ്സിരുന്നു. ഏതാണ്ട് 3 വർഷമായപ്പോഴേക്കും തപസ്സിന് കാഠിന്യം കൂടിയപ്പോ, തപസ്സിന് കാഠിന്യം കൂടിക്കഴിഞ്ഞാൽ കൈലാസം ചൂട് പിടിക്കും. പാർവതി പറഞ്ഞു, ആ 2 പാപങ്ങൾ എത്ര വർഷമായിരിക്കണ്, ചെല്ലി ഒരു വരം കൊടുക്ക, അല്ലെങ്കിൽ ഇവിടാകെ പൊട്ടിത്തിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത്യാഗ്രഹിയുടെയും അസൂയക്കാരന്റെ മുമ്പിലേക്ക് ശിവൻ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളുടെ തപസ്സിൽ നാം സംപ്രീതരായിരിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആദ്യം ആര് വരം ചോദിക്കുന്നുവോ അതിനേക്കാൾ ഇരട്ടി വരം രണ്ടാമത്തെ ആൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ? ആദ്യം ആര് ചോദിക്കുന്നുവോ അയാളെക്കാൾ ഇരട്ടി വരം രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും. അതാണ് കണ്ടീഷൻ. അപ്പൊ അത്യാഗ്രഹി പറഞ്ഞു, നീ ചോദിച്ചോ. ഇല്ല, നീ ചോദിച്ചോ. 2 ആളും തർക്കായി. അപ്പൊ ശിവൻ പറഞ്ഞു, എനിക്ക് നിൽക്കാൻ സമയമില്ല, ഒരുപാട് മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളതാണ്, വേണമെങ്കിൽ കാര്യം പറഞ്ഞു, ഞാൻ എന്റെ പാട്ടിന് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ അസൂയക്കാരൻ നോക്കിയപ്പോ ഞാൻ ചോദിച്ചില്ലെങ്കിൽ, ചോദിച്ചാൽ എനിക്ക് കിട്ടിയേക്കാൾ ഇരട്ടി ഇവന് കിട്ടും. ചോദിച്ചില്ലെങ്കിൽ ശിവന്റെ പാട്ടിന് പോകും. ആലോചിച്ചുറപ്പിച്ച അസൂയക്കാരൻ പറഞ്ഞു, ഭഗവാനെ ഞാൻ ആദ്യം ചോദിക്കാം, എന്റെ ഒരു കണ്ണിന്റെ കാഴ്ചയായിട്ട് കളഞ്ഞേക്കൂ. അപ്പുറത്ത് എന്തായി? നമ്മുടെ കുഴപ്പത് തന്നെയാ. എവിടെ നമ്മുടെ കുഴപ്പത് തന്നെയാ? ചിന്തിച്ചു നോക്ക്. ഇത്രയും വലിയ മഹാഗുരുവിന്റെ പരമ്പരയിൽ ജീവിക്കാൻ ഗുരുവിന്, ഇത്രയും വലിയ മഹാഗുരുവിനെ ദൈവമായിട്ട് കിട്ടിയിട്ടും നമുക്ക് വേണ്ടവണ്ണം അതറിയാൻ സാധിക്കുന്നില്ല. അതൊരു വലിയ കുഴപ്പം തന്നെയാണ്. അതൊരു വലിയ കുഴപ്പമാണ്. പണ്ട് നമ്മുടെ കുട്ടികളുടെ പിറന്നാളായിരുന്നു, അല്ലേ? ആണോ? ഇപ്പൊ പിറന്നാളാണോ? ഇപ്പൊ വെറുത്ത ഡേ ആയല്ലേ? പിറന്നാള് പോയി. പണ്ട് പിറന്നാളുള്ളപ്പോ കുട്ടികളെ വെളുപ്പിനെ കുളിപ്പിച്ച് ഉള്ള വൃത്തിയുള്ളതൊക്കെ, കാരണം വലിയ പുത്തനൊന്നും ഇന്നപ്പോ സാമ്പത്തികമൊന്നുമില്ല, ഉള്ള തലയ്ക്കും വൃത്തിയാക്കി ഇടിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി
ആ കുട്ടികളെ ഭഗവാനൊക്കെ തൊഴിപ്പിച്ച് അല്പം ചന്ദനമൊക്കെ തൊട്ട് ഒരല്പം തീർത്ഥം വായിലൊഴിച്ചു കൊടുത്ത് അത്യാവശ്യം ബന്ധുക്കളെയൊക്കെ വിളിച്ച് ചേച്ചി ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വാട്ടോ, കൊച്ചിന്റെ പിറന്നാളാണ്, ഉള്ള പോലെയൊക്കെ ചെയ്യാൻ മന്നം. ഒരു സ്നേഹവും വലിയ കടമയും കടപ്പാടും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ഉള്ളതുപോലെ ആ ഒരു നേരത്തെ ആഹാരം കൊടുക്കുമായിരുന്നു. പക്ഷെ കാലം മാറിക്കഴിഞ്ഞപ്പോൾ ആ പിറന്നാള് പോയി. ഇന്ന് ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേ വന്ന ഈ ബർത്ത്ഡേക്കാരന് കുളിക്കണ്ട. ഒരു ബർമുടയൊക്കെ ഇട്ടവൻ കാലത്ത് എനിക്ക് വരും. തലേദിവസം അച്ഛൻ കൊടുത്ത കേക്ക് മേശപ്പുറത്തോട്ട് വെക്കും. എല്ലാവരും ചുറ്റും കൂടും. ആ കേക്ക് മുകളിൽ മെഴുതി കത്തിക്കും. എല്ലാവരും ഒന്നിച്ച് പാടും ഹാപ്പി ബർത്ത്ഡേ ടു യു. വിളക്കൂതി കാട്ടിക്കളഞ്ഞു. വിളക്കൂതിയാണോ തുടങ്ങിയത് ഈ മീറ്റിംഗ്? നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ ഈ വിളക്ക് ഊതുന്നുണ്ടല്ലോ, ഈ സംസ്കാരം ലോകത്ത് നമുക്കില്ലാത്തതാ. വിളക്ക് കത്തിക്കുന്നതാണ് ഭാരത സംസ്കാരം. ഒരിക്കൽ ഇപ്പോൾ നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിച്ചോ, നിങ്ങൾ കേക്ക് മുറിച്ചോ, പക്ഷേ മെഴുതിരി കത്തിക്കാനും അത് ഊതാനും നിൽക്കണ്ട. കാരണം ലോകം വെളിച്ചമാണ് ലോകത്ത് നയിക്കുന്നത്. ആ വെളിച്ചത്തെ ഊതിക്കെടുത്തിയാലേ കുടുംബത്തിൽ അതൊക്കെ ഉണ്ടാകും. ഇനി അത് കഴിഞ്ഞാലോ, സൂപ്പർ പരിപാടിയായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. സൂപ്പറാട്ടാ. എന്തെന്ന് സൂപ്പർ? ഗുരുവിന്റെ ഭാഷയെ പറഞ്ഞാൽ ശാപാവും വിഷം അല്ലേ വിളമ്പണത് അവിടെ. ഇവിടെ എവിടെയോ ഗുരുഭക്തി. അപ്പൊ ചിലടിയായിരിക്കും ഈ പുള്ളി മേലിൽ വിളിക്കണ്ടാട്ടെ, വന്നത് പറഞ്ഞ് മേലിൽ വിളിക്കാൻ നിൽക്കണ്ട. ഈ കാര്യം ഇവിടെ പറയാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളോടൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞു പോയെന്ന് മാത്രം. നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾക്ക് എത്ര കണ്ട് ഗുരുഭക്തി നമുക്കുണ്ടെന്ന്. ഇനി ചോദ്യം ചോദിക്കട്ടെ, മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ഒന്നും കൂടി പറഞ്ഞേ. അപ്പൊ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയോ എന്താണ്? അപ്പൊ ഹിന്ദുക്കളുടെയോ? ഒരു കലകലപ്പ് വന്നില്ലേ? ഒരു കലകലപ്പ് വന്നു. ഈ ഖുറാനിലും ബൈബിളിലുള്ള ആ ഐക്യം ഇതിലുണ്ടായില്ല. എന്താ കുഴപ്പം? അതിപ്പോ നമുക്ക് ഒരുപാടില്ലേ മാഷേ? ഉണ്ടല്ലോ. രാമായണം, ഭാഗവതം, ഭഗവത്ഗീത, 108 ഉപനിഷത്തുകള്, 18 പുരാണങ്ങള്, 36 ഉപപുരാണങ്ങള്, അങ്ങനെ എണ്ണിയോ ഒടുങ്ങാത്ത പോയിട്ട് ഗ്രന്ഥശേഖരത്തിന്റെ ഉടമകളാണ് ഭാരതീയര്. ഹിന്ദുക്കളൊക്കെ ഒന്ന് കൈവക്കിയേ. കളിയാക്കിയതല്ല കേട്ടോ, കളിയാക്കിയതല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിംസയിൽ ദുഃഖിക്കുന്നവൻ. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും യാതൊരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുന്നവനാണ് ഹിന്ദു. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഇനി ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു ആവാം, അല്ലേ? ഇപ്പൊ ഗുരു പറയുന്ന ആ വഴിക്ക് സഞ്ചരിച്ചാൽ സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും തൃപ്തിയും ആനന്ദവും ഒക്കെ ഉണ്ടാകും. അതിനെന്ത് വേണം? ഒരു നല്ല വഴി തിരഞ്ഞെടുത്താൽ മതി. വേറെ ഒന്നും നഷ്ടപ്പെടാവുന്നില്ല. ഉണ്ടോ? നഷ്ടപ്പെടാതെങ്കിലും ഉണ്ടോ? തുണിയില്ലാണ്ടല്ലേ ഞാൻ നിങ്ങളൊക്കെ വന്നത്. ഇതൊക്കെ ലാഭമല്ലേ ഷർട്ടും മുണ്ടൊക്കെ. എന്നിട്ട് നമ്മൾ തൃപ്തരാണോ? കിട്ടിയത് പോരാ. നമ്മുടെ കുഴപ്പം തന്നെയാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഈ ഏറ്റവും വലിയ സമ്പന്നൻ. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അതാണ് ഗുരു പറയുന്നത്. നമുക്ക് ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതെല്ലാം കൊണ്ടുപോകാൻ പറ്റുമോ? സ്വത്ത് കൂടുന്തോറും സമാധാനം കുറയും. സ്വത്തില്ലാത്ത ആളുകളെ സുഖമായിട്ടാണ് ഉറങ്ങണത്. കാരണം ഒന്നും നോക്കാനില്ലോ. ഇവിടുത്തെ ഭിക്ഷക്കാര് സുഖമായിട്ടാണ് ഉറങ്ങുന്നുണ്ട്. നഷ്ടപ്പെടാവുന്നതിന് ഇപ്പൊ എന്തേ ഉറക്കം നിൽക്കണത്? നമുക്ക് ഉറക്കമുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ കുടുംബത്തിലെ വാതിൽ അടയ്ക്കാറേ ഇല്ല. തുറന്നിട്ടെക്കാട്ടിലൊക്കെ പോണത്. അയൽവകത്തൊക്കെ തെണ്ടാൻ പോകുമായിരുന്നു. ഇന്ന് വീടിനകത്ത് ആരുടെങ്കിലും വാതിൽ ലോക്ക് ചെയ്തിടും. ബെല്ലടിച്ചാലേ തുറക്കുള്ളൂ. തുറക്കണമെങ്കിൽ മരുന്ന് നോക്കും. പിന്നെ ക്യാമറകള്, എന്തെല്ലാം സംഭവം വെച്ചേക്കണത്. എന്ത് പറ്റി നമുക്ക്? മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടോ? ഇതൊന്നും വേണ്ടെന്നല്ല. ഭഗവത്ഗീത വായിക്കുമ്പോ പഞ്ചപാണ്ഡവന്മാര് ധർമ്മത്തിന്റെ അവതാരങ്ങളാ. ധർമ്മത്തിന്റെ ഭാഗത്ത് എപ്പോഴും ആള് കുറവായിരിക്കും. 5 ആളേ ഉള്ളൂ. അപ്പുറത്തെ ആളുണ്ട്, 100 പേരുണ്ട്. അധർമ്മത്തിന്റെ വഴിക്ക് ഇന്നും ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ധർമ്മപക്ഷത്ത് ആളുകൾ കുറയും. അതുകൊണ്ടാ ഗുരുപരം നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നും ഭയപ്പെടാനില്ല. നമ്മുടെ കർമ്മം എന്താണോ അത് കൃത്യമായി ചെയ്യുക. വേറെ ഒന്നും നോക്കാനില്ല നമ്മള്. ഇപ്പൊ നമ്മുടെ ബോധാനന്ദ സ്വാമിയുടെ ഈശ്വര പ്രാർത്ഥന കൃതിയുണ്ട്. 18 പദ്യങ്ങളുണ്ട്. അതിനകത്ത് സ്വാമി 4ാമത്തെ പദ്യത്തിൽ പറയുന്നു, എന്നാലുപദ്രവമൊരുത്തനുമൊന്നു കൊണ്ടും എന്നാളുമേൽ കരുതു ഞാൻ കരുതാതെ കണ്ടും
നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സു ജഗത് സ്വരൂപ. എന്നെ കൊണ്ട് യാതൊരു ജീവിക്കും ഒരു ഉപദ്രവവും ഉണ്ടാകാൻ പാടില്ല. ഇനി എന്റെ ശത്രുക്കള് വൈരിജനങ്ങള് പോലും നന്നാകണമെന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഈ ഇടവരുത്തിനെ ഭഗവാനെ. നമ്മളങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ചിലർ ചേച്ചി അമ്പലത്തിൽ പോണ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കട്ടാ. ഓ ചേച്ചി ഞാൻ 500 രൂപ ഇരിപ്പുണ്ട്, ചേച്ചി ഉണ്ടാക്കോട്ടെ, എനിക്ക് വേണ്ടത് എന്ന് പറയുമോ? എത്ര കുടുംബമുണ്ട് നമ്മുടെ ശാഖ? എത്ര കുടുംബമുണ്ട്? 150 പേരുണ്ടോ ഇവിടെ? 100 പേരുണ്ടോ? 80 പേര്? ഈ 150 കുടുംബത്തിലെ ആളുകളെ പൂർണ്ണമായിട്ട് വരുത്താൻ നമുക്ക് എന്താ ചെയ്യണ്ടേ? ഓ 61 ആളുകൾ ഇപ്പൊ ഉണ്ട്. ആയിക്കോട്ടെ, നമുക്ക് 70 നിർത്താക്കടി കൂടി. ഈ 150 കുടുംബത്തിലെ ആളുകൾ പൂർണ്ണമായിട്ട് ഒരു വഴി പറയാം. പ്രാവർത്തികമാക്കണം. നിങ്ങളെ വേണ്ടത് ചോദിക്കാൻ വെറുതെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത്ര മണിക്ക് കുടുംബയോഗം 3:30-ക്കാണല്ലേ? 3:25 ആകുമ്പോൾ ഇവിടെ വരികയും തീരുന്നവരെയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബാംഗത്തിന് 1000 രൂപ. വരുമല്ലേ ആളുകള്? സത്യം പറ, അവിടെ വെച്ച് പറ, വരുമോ? അപ്പോ നന്നായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും, ഭഗവാന്റെ മുമ്പിൽ നല്ല വാക്ക് കേൾക്കാൻ പോലും കൈക്കൂലി കിട്ടുന്ന നിലയിലേക്ക് നമ്മളൊക്കെ അധപ്പതിച്ചു അല്ലേ? ഏറ്റവും ശാന്തി ലഭിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോണത്, അവിടെ ഭഗവാന് കിടക്കപ്പുറത്തില്ല. ചില ആൾക്കാർ കാണുമ്പോൾ ശ്രീകോവിലിന്റെ വാതിൽ പൊടിച്ചുകൊണ്ട് അപ്പുറം ഇറങ്ങി ഓടിക്കളയും. കാരണം ലോകം മുഴുക്ക വേണമെന്നാ പറയണത്. അമ്പലത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കണ്ടേ? എന്ത് പ്രാർത്ഥിക്കണം? ഭഗവാന് നിന്റെ ഇച്ഛക്കനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം. അങ്ങനെയാണോ പ്രാർത്ഥിക്കാറ്? ശത്രു സംഹാര പൂജ നടത്താറുണ്ടോ? എന്താണ് ശത്രു സംഹാര പൂജ? ശത്രുക്കളെയൊക്കെ തട്ടാനുള്ള പൂജയാണ് അല്ലേ? ഇന്ന് തങ്കമായിട്ട് വഴക്കുണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ശാന്തികളെ 5 ശത്രു സംഹാര പൂജ നിങ്ങൾക്ക് ഒന്ന് കൊല വിളിക്കും ഞാൻ. ഇത് അടുത്താള് കേൾക്കും. അമ്മ ചേച്ചി തങ്കമ്മ ചേച്ചി ശത്രു സംഹാര പൂജ കാണിച്ചെന്നാൽ ചേച്ചി വഴക്കിട്ട് വഴക്കിട്ട് അമ്മ ചേച്ചി എന്ത് ചെയ്യും? ഒരു പത്രണം നടത്തും. ശരിക്കും ശത്രു സംഹാര പൂജ എന്ത് സംഭവം? എന്താണത്? എന്താണ് ഈ ശത്രു സംഹാര പൂജ? എന്താണ്? എന്നിൽ ശത്രുതാ മനോഭാവം യാതൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഭഗവാൻ എനിക്ക് ശക്തി തരണം. അല്ലാണ്ട് വഴക്കെട്ടാളെ കൊല്ലാൻ വേണ്ടി അല്ല അതൊന്നും. ഇനി മൃത്യുഞ്ജയ ഹോമം നടത്താറില്ലേ? എന്താ മൃത്യുഞ്ജയ ഹോമം? മൃത്യുവിനെ അതിജീവിക്കാനുള്ള ഹോമം. നടക്കുമോ? അത് പറ്റുമോ? മരിക്കാതിരിക്കുമോ? മൃത്യുഞ്ജയ ഹോമം നടത്തി എത്രയോ ശാന്തിമാർ തട്ടിപ്പോയി അല്ലേ? എന്താണ് പഴഞ്ചൊല്ലുണ്ടല്ലോ, മരുന്നുകൾ കൊണ്ട് മരണം ദീർഘിപ്പിക്കാം. മരണം ആരെയും കീഴ്പ്പെടുത്തും? ഡോക്ടറെ കീഴ്പ്പെടുത്തും അല്ലേ? ഒരു പ്രായം കഴിഞ്ഞാൽ ഭഗവാൻ വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റില്ല. എപ്പോ വേണേലും വിളിച്ചാൽ പോവാൻ തയ്യാറാവണം. ചില ആളുകൾ പറയും, എന്റെ ചേച്ചി ഈ ഇരിപ്പിലങ്ങോട്ട് പോയാലും ഉണ്ടല്ല എനിക്കൊരു സങ്കടമില്ല. വെറുതെ പറഞ്ഞാട്ടാ, വെറുതെ തള്ളിയാണ്. തള്ളു മാത്രാ. ഇവിടുന്ന് പോവാൻ ആർക്കും ഇഷ്ടമില്ല. ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകാൻ ആരും തയ്യാറല്ല. ഇനി ഗുരുവിലേക്ക് വരാം. ആ സമാധിയാകാൻ 15 മിനിറ്റ് ഉള്ളപ്പോ 3:15 ഒരു കിടക്കായിരുന്നു. നമ്മെ പത്മാസനത്തിലേക്ക് ഇരുത്താൻ പറഞ്ഞു. ഇരുന്നു. ജീവൻ മുക്ത പ്രകരണം ചൊല്ലാൻ പറഞ്ഞു. വൈരാഗ്യ ദശകത്തില് ദൈവദശകം ചൊല്ലാൻ പറഞ്ഞു. ആ ദൈവദശകം ചൊല്ലി പകുതിയായപ്പോ ഗുരു പറഞ്ഞു, ഇപ്പോ നമുക്ക് വല്ലാത്ത സുഖം തോന്നുന്നു. എന്തുകൊണ്ട്? ചിന്തിച്ചാൽ നാം ശരീരമല്ല, അറിവാകുന്നു. നാം ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഗുരു പറയും, മലബാർ ഭാഗത്ത് പെരുവണ്ണാമാര് തെയ്യം കളിക്കാൻ വേണ്ടി കോലം കെട്ടിയിട്ട് പോകും. തെയ്യം കളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആ കോലം വലിച്ചെറിഞ്ഞ് കാട്ടിക്കളയും, വഴിക്കളയും. അതേപോലെ നമ്മുടെ കർമ്മം ഒടുക്കുമ്പോൾ നാം ഈ ജഡം ഉപേക്ഷിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ? എന്തുകൊണ്ട്? ത്യാഗത്തോടു കൂടിയാണ് ഗുരു ജീവിച്ചത്. ടാഗോർ വന്ന് ഗുരുവിനെ കാണാമെന്ന് പുൽപ്പായിക്കത്തിരുന്നപ്പോ ആദ്യമായി ടാഗോർ അങ്ങോട്ട് പറഞ്ഞത്, അങ്ങ് ഒരുപാട് കർമ്മം ചെയ്തുവല്ലോ. അപ്പൊ ഗുരു എന്താ മറുപടി പറഞ്ഞത്? നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ പറയും അങ്ങനെ, ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് അടിപൊളിയായി കണ്ട അങ്ങനെയൊക്കെ ഇരിക്കോട്ടാ. ഇനി എന്തെങ്കിലും കുറ്റം വന്നാലാ എന്നെ പെടുത്തില്ലാട്ടാ. ഞാൻ ഇവിടെ എന്റെ പാട്ടിന് എന്നെ പെടുത്തി ഞാൻ ഇവിടെ വന്നിട്ടില്ല, ഒറ്റ പോക്കാണ്. പക്ഷെ ഇവിടെ ഗുരു പറയുന്നു, നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ടാഗോർ വരെയും പറഞ്ഞു, ലോകത്തിന് നാനാഭാഗത്തും സഞ്ചരിച്ചിട്ടും പല പ്രഗത്ഭരായ വ്യക്തികളെ കണ്ടു, പ്രശസ്തരെ കണ്ടു. പക്ഷേ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിനൊപ്പമായതോ ആയ
യാതൊരു യോഗിയെയും ഞാൻ ദർശിച്ചിട്ടില്ല. ആര് പറഞ്ഞു? നോബൽ സമ്മാന ജേതാവായ ലോകത്തിന്റെ കവി പറഞ്ഞു. നമ്മൾ പറഞ്ഞു അങ്ങനെ? നമ്മൾ പറഞ്ഞു? ഒന്ന് ശരിയാണ് കേട്ടോ. ഇത് മന്ത്രിയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും MLA-മാരെ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ലോകത്ത് ഈ അമ്പലം പോരാ, ഈ ചാലക്കുടി ഗായത്രി ആശ്രമം പോരാ, ഈ തൃശ്ശൂർ ജില്ലയിലത്തെ അമ്പലം പോരാ, ഇനി അടുത്ത സ്ഥലത്ത് പോകണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദൈവങ്ങൾക്കും ശക്തിയുണ്ട്. അപ്പൊ നമ്മുടെ ജനനി നവരത്ന മഞ്ചരിയിൽ പറയും, മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഖഗം താനായതും ധരനദീ നാരിയും നരനുമാനാഗവും നരകവും നീനാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. മീനായതും മാനായതും നാഗമായതും നരകമായതും ഒക്കെ ഒരേ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അമ്പലങ്ങളിൽ പോവുക, ഗുരുക്കന്മാരെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ഗുരുവിലേക്ക് അടുക്കുക. എല്ലാം ഉണ്ടാകും, നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പൊ ഏതാണ്ട് അവസാനിപ്പിക്കാറായല്ലേ? ഞാൻ 5 മിനിറ്റും കൂടി ഉള്ളൂ. എന്ത് പറയാൻ നിങ്ങളോട്? എല്ലാവരും ഗുരുദേവകൃതി മേടിക്കണം. ഇവിടെ ഗായത്രി ആശ്രമം ഇല്ലേ? പോവാറുണ്ടോ നിങ്ങള്? അവിടെ പുസ്തകമൊക്കെ ഇല്ലേ? പോവാറുണ്ടോ? ഇത്ര അടുത്ത് ഗീതാനന്ദ സ്വാമി സ്ഥാപിച്ച ആ ഗായത്രി ആശ്രമം, പിന്നെ അപ്പുറത്ത് കൊടകരയില് ചൈതന്യമായിട്ടും ഉണ്ടല്ലേ? കൊടകരയില് വേണ്ട, ഇവിടെ ഈ പാടത്തിന് താഴ്ത്തു പോകാൻ പാടില്ലേ അല്ലേ? ഗീതാനന്ദ സ്വാമിയാണ് ശിവഗിരി എന്ന് വന്ന് ഈ ആശ്രമം സ്ഥാപിച്ചത്. ആ ഗീതാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ് ഇന്ന് ധർമ്മസംഘം പ്രസിഡന്റായ സച്ചിദാനന്ദ സ്വാമി. സ്വാമിയാണ് ഈ ലോകത്ത് ആദ്യമായിട്ട് ധ്യാനം വെച്ചത്. കൂടിയിട്ടുണ്ടോ അതിനകത്ത്? സ്വാമി എത്രയോ ഭംഗിയായിട്ട് എത്രയോ ആഴത്തിൽ പഠിച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ ഗായത്രി ആശ്രമത്തിൽ പോണം, ഗുരുവിന്റെ പുസ്തകങ്ങൾ വായിക്കണം. ഗുരു പറയും, ദേഹമനശുദ്ധികൾ പാലിക്കണം, ലഹരി പദാർത്ഥങ്ങൾ വെടിയണം, വിവേകം താനേ വരില്ല, യത്നിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാല് വളരും, ഇല്ലെങ്കിൽ വളയും. ആരുടെ മുമ്പിലും വളയണ്ട, നേരെ നിൽക്കാം. ഇത് വേണം, വായനാശീലം ഉണ്ടാക്കണം. നന്നായിട്ട് നമ്മ അന്ന് പത്രം വായിച്ചാൽ മതി. അന്നത്തെ പത്രങ്ങള് കാര്യം വാർത്തകളൊന്നും കൊള്ളൂല. ഈ വെട്ടും കുത്തും കൊലപാതകമൊക്കെ ആയാലും പത്രം വായിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു വായനാശീലം ഉണ്ടാക്കണം. സന്ധ്യയാകുമ്പോ മക്കളെ വിളിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഗുരു പറയും, എല്ലാവരും സൂര്യോദയത്തിന് മുൻപ് എണീക്കണം. സമയം പറയുന്നില്ല, ഒരു 5 മണിക്കെങ്കിലും ഈ കുട്ടികൾ എണീക്കണം. എത്ര മണിക്ക് എണീക്കും മോളെ? എന്താ പേര് മോളുടെ? വൈകി എത്ര മണിക്ക് എണീക്കും? 6:45 6:50 ആവൂലേ? 6:50 ഉറപ്പിച്ചു. ഓക്കെ, നാരായണഗുരു കളിയാക്കിയതല്ലാട്ട മോളെ, കാരണം മോളല്ല, ഒരുപാട് കുട്ടികൾ. ഞാൻ പറഞ്ഞു വന്നത്, നാരായണഗുരു സമയം പറയുന്നില്ല, പക്ഷേ എല്ലാവരും സൂര്യോദയത്തിന് മുൻപ് എണീക്കണം. 5 മുതൽ 5:48 വരെ വിദ്യാദേവത ഈ മെമ്മറിക്കകത്തോണ്ട് ഏത് കടിച്ചാ പൊട്ടാത്ത വിഷയവും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. അറിയാമോ? നാളെ വരെ 5 മണിക്ക് എണീക്കുവോ? ഏതെങ്കിലും അമ്മ 4 മണിക്ക് 5 മണിക്ക് ഈ കുട്ടി എണീക്കണമെങ്കിൽ പേടിയുണ്ടോ? രാത്രി പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. അമ്മ എണീക്കണ്ടല്ലോ, കൂടല്ലേ, കുഴപ്പമില്ല അല്ലേ? അപ്പൊ 5 മണിക്ക് കുട്ടി എണീക്കണമെങ്കിൽ 4:45 അമ്മ എണീക്കണം. അമ്മ ഇരിപ്പുണ്ടോ അവിടെ? ഇല്ല, ആദ്യം നീ 4:45 തോന്നണം. അമ്മ എന്റെ അമ്മ എന്തേ എനിക്കല്ലേ എന്തേ എണീക്കണത്? നല്ല മാഷ് പറഞ്ഞു ഞാൻ ജോലിക്ക് എണീക്കാൻ ഞാൻ കൊല്ലാണ്ടി തന്നെയാണോ? അപ്പൊ പിള്ളേർക്കല്ല ക്ലാസ് എടുക്കണ്ട, ആദ്യം മാതാപിതാക്കൾക്കാ. കാരണന്മാരാദ്യം നേരെ കൊണ്ടുവരണം. എല്ലാവരുടെയും മക്കൾ നന്നാവുന്ന എല്ലാവർക്കും ആഗ്രഹമില്ല മാഷേ, ഇല്ലേ? എനിക്ക് നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് പറയണം? എടാ മക്കളെ, നിങ്ങൾ ഈ ലോകത്തെ പറ്റി ഒരാളെ റോൾ മോഡൽ ആക്കണ്ട, നീ അച്ഛനെ കണ്ട് പഠിക്കടാ. പഠിക്കണ്ടേ? അതിനുള്ള ചങ്കൂറ്റ അച്ഛന്മാർക്കുണ്ടെങ്കിൽ അവരുടെ ഒറ്റ മക്കളും പേടായി പോവില്ല. ഗാന്ധിയെ പറ്റി പഠിച്ചില്ലേ? എത്രയോ മഹാന്മാരെ പറ്റി പഠിച്ചു. ഒരു പുതിയ ഗാന്ധി വന്നു അവിടെ, ഒരു പുതിയ ടാഗോർ ചിന്തിക്കും നിങ്ങളില്ല. അപ്പൊ എനിക്ക് പകരക്കാരനാവാൻ ഈ ലോകത്ത് ഒരാൾക്കും പറ്റില്ല.
ഈ ലോകത്ത് ഒരാൾക്കും പകരക്കാരനാവാൻ എനിക്കും പറ്റും, എനിക്ക് ഞാനാവാനേ പറ്റുള്ളൂ. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വീട് വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിലെ അധ്യാപകരാണ് മാതാപിതാക്കള്. അവർ നമ്മുടെ കുട്ടിക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ ആ മക്കൾ നന്നാകും.